സഹോദരങ്ങളെ, വീട്ടിൽ ഞാൻ നിങ്ങളുടെ മുൻപിൽ ലൈവിൽ വരികയാണ്. എന്തുകൊണ്ടെന്നാൽ എന്താ പറയണമെന്ന് എനിക്കറിയാൻ പറ്റുന്നില്ല. കാരണം ക്രിസ്തു പഠിപ്പിച്ചത് നിന്റെ ഒരു കർണത്തടിച്ചാൽ മറ്റേ കർണം കൂടെ കാണിച്ചു കൊടുക്കുക. ഇവിടെ അവകാശങ്ങൾ പിടിച്ചെടുക്കാനാണ് പോകുന്നത്. നിസ്സാരമായിട്ട് ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാൻ കേട്ടത് BJP-യുടെ ആൾക്കാർ ശരി ആയിരിക്കാം. അതിന് ഷോൺ ജോർജോ എന്ത് ചെയ്തു? ഷോൺ ജോർജ് BJP-യിലാണെങ്കിലും ഏത് ക്രിസ്ത്യൻ മതത്തെ ഉപദ്രവിച്ചു? ഷോൺ ജോർജ് പോയ കേസ് പിണറായിയെയും അവൻ്റെ മകളെയും എല്ലാം അവരുടെ കള്ളക്കടത്തും എല്ലാ പ്രശ്നങ്ങളും വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഷോൺ ജോർജ് മുന്നോട്ട് പോയിട്ടുള്ളത്. അല്ലാതെ ഒരു ക്രിസ്ത്യ മതത്തെയും ഉപദ്രവിക്കാൻ ഷോൺ ജോർജ് പോയിട്ടില്ല. പിന്നെ ഏതാ ദരിദ്രവാസികളെ, നീയൊക്കെ ബെന്തിക്കോസ് ആണെങ്കിൽ ബെന്തിക്കോസ് സഭയിൽ നിങ്ങൾ എന്തുവാ ചെയ്യുന്നത്? നിങ്ങൾ ബെന്തിക്കോസാന്ന് പറയുമ്പോൾ എന്തുവാ ചെയ്യുന്നത്? അവിടെ ഒരു ഹോൾ അങ്ങോട്ട് എടുത്തിട്ട് മുഴുവൻ സ്പീക്കറും വെച്ച് മറ്റേതും ഞാൻ ചോദിക്കും, നിങ്ങൾ എന്നോടൊന്ന് പറയാമോ? നിങ്ങൾ ഈ ബഹളം ഉണ്ടാക്കുന്നവര് ഏതെങ്കിലും ഒരു മനുഷ്യൻ എന്നോട് പറയാമോ അവിടെ നടക്കുന്ന സംഭവം എന്താ പ്രസംഗം? ബൈബിളിലെ ഏത് ഭാഗമാണ് ഈ കഴിഞ്ഞ ദിവസം അദ്ദേഹം പ്രസംഗിച്ചത്? ആ മനുഷ്യൻ്റെ പേര് എനിക്ക് ഓർമ്മ വരുന്നില്ല. കാരണം ധാരാളം ഇങ്ങനെയുള്ള കള്ളപ്രവാചകന്മാരുണ്ട്. ഇവനെയും ഞാൻ കള്ളപ്രവാചകനെ വിളിക്കത്തുള്ളൂ. കാരണം ഇവന് വലിയ വലിയ പിടിപാടുകളുണ്ട്. ഓരോ സത്യക്രിസ്ത്യാനി നേരെ പോകുകയാണെങ്കിൽ ഒരുത്തൻ്റെ പിടിപാടിന് പോകേണ്ട കാര്യമില്ല. അവൻ നേരെയാണെങ്കിൽ ഞാനിതാ നിൽക്കുന്നു, നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദിക്ക്, ഞാൻ പറയാം. ഇത് അവിടെ അങ്ങനല്ല. ഇന്ന് രാവിലെ കണ്ട വീഡിയോയിൽ കണ്ടത് ആ മനുഷ്യൻ അയാൾ താമസിക്കുന്ന ഒരു സ്ഥലത്ത് ഒരു പഞ്ചായത്തും വേറൊരു പഞ്ചായത്തിലാണ് കൺവെൻഷൻ സെൻ്റർ. അയാളുടെ പ്രസംഗം, അയാളുടെ പ്രാർത്ഥന ഹോള് ഏതാനുമുള്ള മക്കളെ, നല്ല കാര്യം. ഇത് കൂടുതലൊന്നും കാണണ്ട. BJP, നിങ്ങൾ BJP എന്തിനെടുക്കുന്നു? CPM 10 വർഷം ഭരിച്ചതൊക്കെ നിങ്ങൾക്ക് എന്തുണ്ടായി? നിങ്ങൾക്ക് സുഖമായിരുന്നു. എന്നാൽ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി. നിങ്ങൾക്ക് ദശാംശം മറ്റത് പറഞ്ഞെല്ലാം കിട്ടും. ഈ കൂട്ടത്തിൽ പോകുന്നവർക്കും അവരുടെ ആവശ്യങ്ങളും അവരുടെ കാര്യങ്ങളും സാധിക്കുന്നുണ്ട്. ഇതിലൊക്കെ പറഞ്ഞു തരാം. ഇപ്പോൾ BJP ഒരു തൃശ്ശൂരോ ട്രിവാൻഡ്രത്തോ വന്നു. ഓക്കെ, BJP ഇനി ഇതിനോട് ഞാൻ പറഞ്ഞു തരട്ടെ. നിങ്ങൾ ഈ നിസ്സാര കാര്യം പറഞ്ഞ് ബഹളം ഉണ്ടാക്കേണ്ട കാര്യമില്ല. ആളെ അറിഞ്ഞിട്ട് വേണം കളിക്കാൻ. BJP ആരൊക്കെയാണ് BJP-യിലുള്ളത്? തലപ്പത്ത് നരേന്ദ്രമോദി, അമിത്ഷാ. നരേന്ദ്രമോദി RSSൻ്റെ പഴയ ആളാണ്. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളുണ്ടാക്കി ഈ കാലത്തെ സമൂഹത്തെ മുഴുവൻ പ്രശ്നത്തിലാക്കാതെ നിങ്ങൾ ഓരോന്ന് കണ്ടും കേട്ട് നിൽക്കേൻ. ഒന്ന് തല കുടിച്ചുകൊണ്ട് എന്താ നിങ്ങൾക്ക് ക്രിസ്ത്യാനി ആണെങ്കിൽ
ഒരുത്തർ അടിക്കാൻ വന്നാൽ അവിടെ കൊണ്ടുവച്ച് അവനെ തിരിച്ചടിക്കാനല്ല പറഞ്ഞത്. നിങ്ങൾ എന്തുകൊണ്ട് ഇത് മനസ്സിലാക്കുന്നില്ല? ബിജു വാരമുട്ടോ ആരും ആയിക്കോട്ടെ, ഇവരൊക്കെ കോടീശ്വരന്മാരാ, അന്വേഷിക്കാൻ പോകുന്നില്ല. വേണ്ടി വന്നാൽ ഞാൻ പോവും. വേണ്ട, നിങ്ങളൊക്കെ ബിജു വാരമുട്ടം വളരെ പിടിപാടുള്ള ആളുവാ. എന്നിട്ടെന്താ BJP അടുത്ത് പിടിപാടില്ലാത്തത്? അവരിപ്പോൾ പുതുതായിട്ട് കേരളത്തിൽ വന്നുകൊണ്ട് BJP കേരളത്തിൽ വരാൻ കാരണം ആരാ? ആരൊക്കെ നീ ഒന്ന് അന്വേഷിക്കടാ. ചുമ്മാ കിടന്ന് വലിയ വലിയ പ്രസംഗം. നീ എന്തോ ബിജു വാരമുട്ടോ, നീ എന്തോ പ്രസംഗിക്കുന്നേ? നീ രോഷാന്തി കൊടുക്കുന്നുണ്ടല്ലേ? ഞാൻ അങ്ങോട്ട് വരട്ടെ, എനിക്ക് വെറും വലിവേ ഉള്ളൂ. നീ ഒന്ന് സുഖപ്പെടുത്താവോ? അത് ചിലപ്പം ഒരു കാര്യം ചെയ്യും. ഞാൻ ഒരു കാര്യം എല്ലാം തുറന്നങ്ങ് പറയും, പക്ഷെ ഇപ്പോൾ അത് പറയുന്നില്ല. അതുകൊണ്ട് മക്കളെ, നിങ്ങൾ നേരെയുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വേറെ ആര് വന്നാലും നിങ്ങൾ അടിയും പിടിയും ഈ ബഹളവും ഈ വഴിയിലിറങ്ങി പ്രഹസനവും കാണിക്കേണ്ട ആവശ്യമില്ല. പക്ഷെങ്കിൽ നിങ്ങളുടെ അവിടെ വളഞ്ഞ വഴിയുണ്ട്. അതാണ് കൃപാസനവും. ഞാൻ ചോദിച്ചോട്ടെ, ഇവിടെ ഞാൻ കാണുന്നു 90% പെണ്ണുങ്ങളാണ്. കൃപാസനത്തിലും എല്ലാ സാക്ഷ്യം പറയുന്ന പെണ്ണുങ്ങൾ. അതുപോലെ വേറൊരു സ്ഥലത്തെ ഒരു മനുഷ്യൻ ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന മനുഷ്യൻ, അയാൾ ഉയർന്ന ജോലിയിരുന്ന മനുഷ്യൻ, അദ്ദേഹം ജോലി രാജിവെച്ചിട്ട് ആത്മഹത്യയിലോട്ടിറങ്ങി. അദ്ദേഹം ഒരുപാട് രാജ്യങ്ങൾ ചുറ്റി സഞ്ചരിച്ച് എല്ലാം കഴിഞ്ഞു. ഏതായാലും ഒരു കാര്യം അദ്ദേഹം നല്ലത് ചെയ്തു. ബൈബിൾ ഒന്ന് പകർത്തി എഴുതി. അതിനകത്ത് നമുക്കേതെങ്കിലും നമ്മുടെ മനസ്സിൽ തോന്നിയ, എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും വാക്യമോ ഏതെങ്കിലും ഭാഗമോ കണ്ടുപിടിക്കണമെങ്കിൽ വളരെ നിസ്സാരമായിട്ട് നമുക്കതിനകത്ത് കണ്ടുപിടിക്കാം. അയാളുടെ നാട്ടിൽ വന്നൊരു സെൻറ്റർ ഉണ്ടാക്കി. അവിടെ ഞാൻ പോകേണ്ടി വന്നു. കാരണം ഞാൻ ഈ അറിയപ്പെടാത്ത പോകുന്നത് ഇത് എനിക്ക് ഗൾഫിൽ നിന്ന് ബൈബിൾ അയച്ചു തന്ന ആട് വന്നപ്പോൾ ആ ആളുടെയും ഫാമിലിയെ കൊണ്ട് ഞാൻ എൻ്റെ കാലയിൽ അവിടെ പോയി. അവിടെയും സാക്ഷ്യം പറഞ്ഞതൊരു പെണ്ണാണ്. അപ്പച്ചനുണ്ടായിരുന്നുകൊണ്ട് അപ്പച്ചൻ്റെ പ്രായത്തിനോട് എനിക്ക് ടിക്കറ്റ് കെട്ടി എനിക്ക് നാട്ടിൽ വരാൻ സാധിച്ചു. ബാക്കി ഞാൻ പറയുന്നില്ല. എല്ലാ അപ്പച്ചൻ്റെ കളി ഇത് തന്നെ. ഇവിടെയും അന്തിക്രിസ്തുക്കൾ ഒരുപാട് പേരുണ്ട്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഞാനിവിടെ ഇവരെ ഈ ജന്മവാസി ഈ ഞാൻ പറഞ്ഞിട്ട് ഈ സ്ത്രീകളെയാണ് പിശാചുക്കൾ ആദ്യം വശീകരിച്ച് പിടിക്കുന്നത്. സ്ത്രീകളുടെ അടുത്തേ അവർക്ക് സ്വാധീനമുള്ളൂ. എന്തുകൊണ്ട് അത് പിന്നെ പറഞ്ഞുതരാം. ഇതെല്ലാം സ്ത്രീകളാണ് മുന്നേ. അതിന് ഇതെല്ലാമാർ കൂട്ടിലെ ബഹളം കൈയടിച്ച് ബഹളം ഉണ്ടാക്കാനും ലീഡർഷിപ്പ് എടുക്കാനുമായിട്ട്. അല്ലാതെ ആരെങ്കിലും ഉണ്ടോ? ഞാൻ പറയുന്നില്ല. വരുന്ന കാഴ്ച കണ്ടോളുക. ഇനി എന്തൊക്കെ നടക്കുന്നു എന്ന് കണ്ടോളുക. അന്തിക്രിസ്തുക്കൾ എന്താ, ഈ കള്ളപ്രവാചകന്മാർ ഇന്ന് ഒരുപാട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ബിനുവാഴമുട്ടമല്ല ആരായാലും നല്ല കാര്യം. ബിനുവാഴമുട്ടം ഈ വചന ശുശ്രൂഷ അല്ല രോഗശാന്തി കൊണ്ട് എത്ര കോടി സമ്പാദിച്ചിട്ടുള്ളത് ഗവൺമെൻറ് അന്വേഷിച്ചാൽ
BJP പറയണ്ട, ഗവൺമെൻറ് ഒന്ന് അന്വേഷിക്കാൻ പോയാൽ നിന്റെ അക്കൗണ്ടിലാണ് എത്ര ഉണ്ടെന്ന് ചോദിച്ചാൽ നീ ഇത്ര എഴുതി കൊടുക്കുന്നുള്ളൂ, ബാക്കി ഏതെല്ലാം ബാങ്കിലെല്ലാം അവർ ചെക്ക് ചെയ്താൽ എവിടെ പോകും? വേണ്ട, ഞാൻ കൂടുതലും പറയുന്ന മക്കളെ, ഏതായാലുമുള്ള ആത്മീയത വലിയൊരു കച്ചവടമായി മാറിയിരിക്കുക. അത് ക്രിസ്ത്യാനി സഭയിൽ ക്രിസ്തുവിനെ വിറ്റ് അവർ കോടീശ്വരന്മാരാകുക. അപ്പം അവർക്ക് എല്ലാവിധ സൗകര്യങ്ങളും ആനുകൂല്യങ്ങളും സൗകര്യങ്ങൾ. ഞാൻ പ്രവാചകനായ എൻ്റെ പുറകെ വരാൻ എത്ര പേരുണ്ടാവും? അപ്പം എന്തെല്ലാം ആകാം? ഇന്നത്തെ ഏതെങ്കിലും ഒരു മനുഷ്യൻ നേരെ ഒന്ന് പറയാമോ? ബിനു ആരുമുട്ടും തന്നെ പറയട്ടെ, അദ്ദേഹത്തിൻ്റെ ഈ പ്രാർത്ഥന ഗ്രൂപ്പ് നടത്തുന്നെങ്കിലും അദ്ദേഹം പരമാർത്ഥനാണ്, വിശ്വസ്തനാണ്. വേറെ രീതി പോറ്റുന്നത് പോയി പണി നോക്കടാ നീ.